നമ്മളങ്ങനെ പിന്നെ മൂകാംബിക ദർശനം കഴിഞ്ഞു അല്ലെ, നമുക്ക് നന്നായി തൊഴാൻ പറ്റി. പിന്നെ ദർശനം കഴിഞ്ഞു നമ്മള് സൗപർണികയിലെല്ലാം പോയി അല്ല എന്തോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിരുന്നു, നാട്ടിലേക്ക് യാത്ര. നല്ല തിരക്കായിരുന്നു, പക്ഷെ നമുക്ക് നന്നായി തൊഴാൻ പറ്റി അല്ലെ, ഇനി നമ്മളെല്ലാവരും കറങ്ങി നമ്മളെ വീട്ടിലെത്തിയിട്ട് ഇനി നാട്ടിലത്തെ വിശേഷങ്ങളായിട്ട് വരാം. നമ്മളെ നാട്ടിലത്തെ പുതിയ റോഡ് നല്ല അടിപൊളി റോഡായി, ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വരാം അല്ലെ. പിന്നെ ഞങ്ങളെ പോലെ ദൂരയിലുള്ളവർക്കൊക്കെ നാട്ടിലേക്ക് വണ്ടി എടുത്തിട്ട് വരുമ്പോഴുള്ള ഒരു സുഖം നമുക്ക് മാനേജ് ചെയ്യാം. സൂപ്പർ റോഡല്ലേ. പണ്ട് നമുക്ക് മംഗലാപുരം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഡിഫിക്കൽട്ടി. ഇപ്പൊ മംഗലാപുരം വരെ ഇപ്പൊ ഡിഫിക്കൽട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നത്. മംഗലാപുരം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അടിപൊളിയാണ്. ഈ റോഡുണ്ട്, അതും നമ്മളെ റോഡ് രണ്ട് ഭാഗത്തും നല്ല തെങ്ങും കവുങ്ങും മൊത്തം പച്ചപ്പിന്റെ ഇടക്കിലേക്കൂടിയുള്ള റോഡ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇനി കാണാൻ പറ്റൂലൂ. നമ്മളിപ്പോ ഞങ്ങളെ നാട്ടിലത്തെ പുതിയ റോഡിലാണ് ഉള്ളത്. മംഗലാപുരത്ത് നിന്ന് നമ്മളെ നാട്ടിലേക്കുള്ള റോഡിന്റെ ഭംഗികളെല്ലാം ഒന്ന് കണ്ടു നോക്കിയാട്ടെ, അടിപൊളിയാണ്. ഇപ്പം പണ്ട് നമുക്ക് മംഗലാപുരം വിട്ട് കഴിഞ്ഞാൽ നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പെടാന്ന് പറഞ്ഞാൽ എത്താം. ഇനി ഇങ്ങോട്ട് ഈ റോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോഴും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പൊ ഡൈവേർഷനൊക്കെ ഉണ്ട് ചെറുതായിട്ട്, അതൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതാ നോക്കിക്കോ, റോഡ് അടിപൊളിയാണ്. കവിതയുടെ